പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവ്വകൃപാലുവായ ദൈവം അടിയൻ്റെ ജീവിതത്തിന് ഒരുക്കി തന്ന വിലയേറിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ യൂട്യൂബിൽ കൂടെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ജാതി മത സംഘടനാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അടിയൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് സങ്കേത നഗരമാണ്. സങ്കേത നഗരത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് നാളെ ഇലക്ഷൻ നടന്ന് 10-25 ദിവസം കഴിഞ്ഞു. നാളെ റിസൾട്ടിൻ്റെ സമയമാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരുടെയും ഹൃദയത്തിൽ ചങ്കിടിപ്പോടുകൂടെ ഇരിക്കുന്ന ഒരു സമയമാണ്. ആര് ജയിക്കും, ആര് തോക്കും, ആര് വാഴും, ആര് വീഴും എന്നൊക്കെ പല പ്രവചനങ്ങളുമൊക്കെ നടത്തുന്നുണ്ട്. പ്രവചിക്കുന്നവർക്കും അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ലെങ്കിലും ചിലർ മിക്കവാറും സങ്കേത നഗരങ്ങളിൽ പോയി പാർക്കേണ്ടി വരും. ചിലർ ഭരണത്തിലേക്ക് കയറേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ആർക്കും ഒരു യഥാർത്ഥവണ്ണമായ ഒരു പ്രവചനം ആർക്കുമില്ല. പക്ഷേ എൻ്റെ ചിന്താവിഷയമൊന്നും അതല്ല. എങ്കിലും ആര് ഭരിക്കണം, ആര് വാഴണം, ആര് വീഴണമെന്ന് തീരുമാനിക്കുന്നത് സർവശക്തനായ ദൈവം തന്നെയാണ്. ആര് ഭരിച്ചാലും ഞങ്ങളെപ്പോലുള്ളവർക്ക് യാതൊരു ഗുണവുമില്ല, അത് മാത്രം നമുക്കറിയാം. പക്ഷേ അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ളവർക്കൊന്നും വിഷയമല്ല. ഞങ്ങൾ ജീവനായ ക്രിസ്തുവിനെ വിളിച്ച്, ജീവനുള്ള ക്രിസ്തുവല്ല, ജീവനായ ക്രിസ്തുവിനെ വിളിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്കിതിനെക്കുറിച്ചൊന്നും വലിയ ഭാരമോ വേദനകളോ ഒന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ആര് ഭരിച്ചാലും 1 കിലോ അരിക്ക് 50-60 രൂപ കൊടുത്ത് ഞങ്ങൾ വാങ്ങിച്ചെങ്കിൽ മാത്രമേ ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. എന്തു തന്നെയാകട്ടെ, ദൈവം ആര് ഭരിച്ചാലും നീതിയോടെ ഭരിക്കട്ടെ, ന്യായത്തോടെ ഭരിക്കട്ടെ, സന്തോഷവും സമാധാനവും ദേശത്ത് ലഭിക്കട്ടെ. വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ ജനം നീതിയോടെ സന്തോഷത്തോടെ ഭരിക്കാൻ ദൈവം ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. ഞങ്ങളൊക്കെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്ക് വേണ്ടി, പ്രസിഡൻറ്റിന് വേണ്ടി, ഭരണകർത്താക്കൾ 29 സംസ്ഥാനത്തിലെ മുഖ്യന്മാർക്ക് വേണ്ടി, വക്കീലന്മാർക്ക് വേണ്ടി, ജഡ്ജിമാർക്ക് വേണ്ടി, പോലീസ് അധികാരികൾക്ക് വേണ്ടി, രാജ്യം കാക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, മത്സ്യം പിടിക്കാൻ പോകുന്നവർക്ക് വേണ്ടി, ഡോക്ടർമാർക്ക് വേണ്ടി, നേഴ്സുമാർക്ക് വേണ്ടി, അതുമാത്രമല്ല ഇവർക്കൊക്കെ ബുദ്ധിയും പരിജ്ഞാനവും കൊടുക്കേണ്ടതിനൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്. കാരണം ഒരുപാട് അബദ്ധങ്ങളൊക്കെ ഓരോരുത്തർക്ക് കയ്യബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്. അതുപോലെ തന്നെ രോഗിയായി കിടക്കുന്നവർ, ഭവനമില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നവർ, ഇങ്ങനെ വിവിധ മേഖലകളിലിരിക്കുന്നവർക്കൊക്കെ പ്രാർത്ഥിക്കുന്നവർ. അതുകൊണ്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം പ്രമാണം കൊടുക്കുമ്പോൾ മോശയ്ക്ക് ശേഷം വന്ന യോശുവയോട് പറഞ്ഞ ഒരു കാര്യം വായിച്ചുകൊണ്ട് ചില ചിന്താവിഷയങ്ങളിലേക്ക് കടന്ന് പ്രാർത്ഥിക്കുവാനായി താല്പര്യപ്പെടുന്നു. യോശുവ കനാൻ ദേശം കീഴടക്കി ദേശം ഇസ്രായേൽ മക്കൾക്ക് വിഭാഗിച്ചു കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവം മോശ മുഖാന്തരം അരുളി ചെയ്തിരുന്ന കാര്യം യോശുവയെ ഓർമ്മപ്പെടുത്തി. അതിൻ പ്രകാരം യോശുവ 6 പട്ടണങ്ങൾ സങ്കേത നഗരങ്ങളായി വേർതിരിച്ചു. യോർദാൻ അക്കരെ കിഴക്ക് 3 പട്ടണങ്ങളും, ഗോലാൻ, രാമോത്ത്, ബേസർ എന്നീ പട്ടണങ്ങളും, യോർദാൻ ഇക്കരെ പടിഞ്ഞാറ് 3 പട്ടണങ്ങളും, കേദേസ്, ശെഖേം, ഹെബ്രോൻ ആണ് വേർതിരിച്ചത്. ഇങ്ങനെ 6 പട്ടണങ്ങൾ വേർതിരിച്ചു. ഒരു മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞാൽ അവൻ ഓടി ഈ സങ്കേത നഗരങ്ങളിൽ വന്ന് ചേരണം. എന്ന് പറഞ്ഞാൽ ഒരുവൻ അറിയാതെ അബദ്ധവശാലോ പാപം ചെയ്തു കഴിഞ്ഞാൽ സങ്കേത നഗരങ്ങളിൽ വരണം. അത് ദൈവത്തിൻ്റെ പ്രമാണമായിരുന്നു. അതിനെക്കുറിച്ച് യോശുവയുടെ പുസ്തകം 21-ാം അധ്യായം 1 മുതൽ 38 വരെ വായിച്ചാൽ അറിയാം. അത്രയും വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് യോശുവയുടെ പുസ്തകം 21-13, വാക്യം 21, വാക്യം 27, വാക്യം 32, വാക്യം 36, വാക്യം 38 ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ 6 നിങ്ങൾ ലേവ്യർക്ക് കൊടുക്കുന്ന പട്ടണങ്ങൾ ദൈവം പ്രമാണം കൊടുത്തിരിക്കുന്നത് ഇതാണ്.
സംഖ്യാപുസ്തകം 35:6. നിങ്ങൾ ലേവ്യർക്ക് കൊടുക്കുന്ന പട്ടണങ്ങളിൽ 6 സങ്കേത നഗരങ്ങളായിരിക്കണം. കൊല ചെയ്തവൻ അവിടേക്ക് ഓടിപ്പോകേണ്ടതിന് നിങ്ങൾ അവയെ അവന് വേണ്ടി വേർതിരിക്കണം. ഈ 6 പട്ടണങ്ങൾ വേർതിരിക്കണം. ഇത് ലേവ്യർക്ക് കൊടുത്തിരിക്കുന്ന ഇടമാണെന്നാണ് ചരിത്രകാരന്മാരുടെ അഭിപ്രായം. എന്ത് തന്നെയാകട്ടെ, വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നത് ചില ചിന്തകൾ തരുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വിഷയം എടുക്കുന്നത്. മേൽപ്പറഞ്ഞ സങ്കേത നഗരങ്ങളെ കൂടാതെ ആലയത്തിലെ യാഗപീഠം ഒരു സങ്കേത നഗരമായിരുന്നു. പ്രതികാരകൻ്റെ കയ്യിൽ നിന്ന് രക്ഷ നേടുവാൻ യാഗപീഠത്തിലെ കൊമ്പുകളിൽ അഭയം തേടിയിരുന്നു. ഈ 6 സങ്കേത നഗരങ്ങൾ കൂടാതെ പിന്നെയും യാഗപീഠങ്ങളിൽ യാഗപീഠങ്ങളിൽ പോയി ഒരുത്തൻ പാപം ചെയ്താൽ അവൻ ഓടിപ്പോയി യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ പോയി പിടിച്ച് രക്ഷ പ്രാപിച്ചതായിട്ടും ദൈവവചനത്തിൽ കാണുന്നു. എന്നാൽ യാഗപീഠത്തിൽ പിടിച്ചവരെയും കൊന്നുകളഞ്ഞതായിട്ടും ദൈവവചനത്തിൽ കാണുകയാണ്. എന്നാൽ ഒരുത്തൻ കരുതിക്കുട്ടി കൂട്ടുകാരനെ ചതിച്ചു കൊന്നതെങ്കിൽ അവൻ മരിക്കേണ്ടതിന് നീ അവനെ എൻ്റെ യാഗപീഠത്തിങ്കിൽ നിന്നും പിടിച്ചു പോകണം. പുറപ്പാട് പുസ്തകം 21:14. അങ്ങനെ ശലോമോൻ്റെ ജ്യേഷ്ഠനായ ഹഗ്ഗീത്തിൻ്റെ മകനായ അദോനിയാവ് ശലോമോനെതിരെ കൂട്ടുകെട്ടുണ്ടാക്കി പാപം ചെയ്തു. എന്നിട്ട് ശലോമോൻ ഇതറിഞ്ഞു. അവൻ പേടിച്ചിട്ട് പോയി യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ പിടിച്ചതായിട്ട് കാണുന്നു. രാജാക്കന്മാർക്ക് എഴുതിയ 1-ാം പുസ്തകം 1:50, 1:6 മുതൽ 15 വരെയുള്ള ഭാഗങ്ങൾ കൂടെ ചേർത്ത് രാജാക്കന്മാർക്ക് എഴുതിയ 1-ാം പുസ്തകം 1:6 മുതൽ 15 വരെയുള്ള ഭാഗങ്ങൾ കൂടെ വായിച്ചാൽ അതിൻ്റെ വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകാം. ഇല്ല എങ്കിൽ 1:50. ഈ വർത്തമാനം യോവാബിന് എത്തിയപ്പോൾ യോവാബ് അബ്ശാലോമിൻ്റെ പക്ഷം ചേർന്നിരുന്നില്ലെങ്കിലും അദോനിയാവിൻ്റെ പക്ഷം ചേർന്നിരുന്നു. അവൻ യഹോവയുടെ കൂടാരത്തിൽ ഓടിച്ചെന്ന് യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ പിടിച്ചു. രാജാക്കന്മാർക്ക് എഴുതിയ 1-ാം പുസ്തകം 2:22, 28-ാം വാക്യം ഇങ്ങനെ പറയുന്നു. യോവാബ് വിശദീകരിക്കുവാൻ സമയമില്ല, പറഞ്ഞു പോകാൻ താല്പര്യപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞാൽ അഭയം പ്രാപിക്കുവാൻ ഉണ്ടാക്കിയിരുന്ന 6 സങ്കേത നഗരങ്ങളുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി പിന്നത്തേതിൽ പറയുന്നതാണ്. രണ്ടാമതായിട്ട് അത് കൂടാതെയാണ് 6 സങ്കേത നഗരങ്ങൾ കൂടാതെ യാഗപീഠത്തിൻ്റെ കൊമ്പുകളിലും പോയി പിടിച്ചു അഭയം പ്രാപിച്ചതായിട്ട് ദൈവവചനത്തിൽ കാണുന്നു. സങ്കീർത്തനം 84 വായിക്കുമ്പോൾ 1, 2, 3 മീവൽ പക്ഷിയും കൂടുകൾ കെട്ടിയത് യാഗപീഠത്തിൻ്റെ കൊമ്പുകളിലാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ രക്തമുണ്ട്. ലേവ്യ പുസ്തകം 8:15. യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ രക്തമുണ്ട്. രക്തം ഉള്ളിടത്ത് വിടുതലുണ്ട്. അതായത് ഈ രക്തം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാപമില്ലാത്ത രക്തത്തിന് നിഴലായി നിൽക്കുന്നു. വിഷയത്തിലേക്ക് ഓടി വരാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ കൂടെ ചിന്തിക്കുവാനുണ്ട്, ദൈവവചനത്തിൽ കൂടെ നമുക്ക് പഠിക്കുവാനുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് ഇതിൻ്റെ കാരണം എന്ന് നമുക്ക് നോക്കാം. ഒരുവൻ ഒത്തിരി പ്രമാണങ്ങൾ തിരുവെഴുത്തുകളിൽ കൂടെ തന്നെ കൊടുക്കുന്നത് അതിനെ വിശദീകരിച്ച് പറയുവാനായി ഞാൻ താല്പര്യപ്പെടും. അബദ്ധവശാൽ കൊല ചെയ്തവനാണ് സങ്കേത നഗരത്തിൽ അഭയം ഉണ്ടായിരിക്കേണ്ടത്. 1, നിങ്ങൾ യോർദാൻ കടന്ന് കനാൻ ദേശത്ത് എത്തിയ ശേഷം ചില പട്ടണങ്ങൾ സങ്കേത നഗരങ്ങളായി വേർതിരിക്കണം. അബദ്ധവശാൽ ഒരുത്തനെ കൊന്നുപോയാൽ അവിടേക്ക് ഓടിപ്പോകണം. സംഖ്യാപുസ്തകം 35:11. ഇപ്പോൾ നാളെയാണ് എല്ലാവരുടെയും വിധി അറിയുന്നത്. നാളെയാണ്. ആര് ജയിക്കുമെന്നും തോക്കുമെന്നൊക്കെ അറിയുന്നത് നാളെയാണ്. ശരിക്കും പറഞ്ഞാൽ വിശ്വസിച്ചാലും ഇല്ല എങ്കിലും ഞാൻ ഇതിനു മുൻപും 1-2 വീഡിയോയിലിട്ട് 80-നും 90-നും ഇടയ്ക്ക് കോൺഗ്രസ് ഭരണത്തിൽ കയറും, വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകും. അതാണ് അതിൻ്റെ ശരി. അങ്ങനെ തന്നെ സംഭവിക്കും. അത് തന്നെയാണ്. അതിന് മുകളിലോട്ട് കിട്ടുമെങ്കിലേ ഉള്ളൂ, അല്ലാതെ അതിൽ കുറയാൻ പോകുന്നില്ല. അതിന് ആരും ഇനി കിടന്ന് തർക്കിക്കേണ്ട, ചങ്കിടിക്കേണ്ട. അതങ്ങനെ തന്നെ വരട്ടെ. എൻ്റെ വിഷയം അതല്ല. വിഷയത്തിലേക്ക് വരാം. രണ്ടാമത്, അക്കാലത്ത് മോശ യോർദാനക്കരെ കിഴക്ക് 3 പട്ടണം വേർതിരിച്ചു. പൂർവ്വവേഷം കൂടാതെ അബദ്ധവശാൽ കൂട്ടുകാരനെ കൊന്നവൻ ആ പട്ടണങ്ങളിൽ ഒന്നിൽ ഓടിക്കയറി ജീവിച്ചിരിക്കേണ്ടതിന് തന്നെ. ആവർത്തനം 4:41, 42, 43 വാക്യങ്ങൾ. ഒരുത്തൻ പൂർവ്വദേശം കൂടാതെ അബദ്ധവശാൽ കൂട്ടുകാരനെ കൊന്നുപോയെങ്കിൽ അവൻ ആ പട്ടണങ്ങളിൽ ഒന്നിൽ ഓടിപ്പോയി ജീവനോടിരിക്കണം. ആവർത്തന പുസ്തകം 19-ാം 4 മുതൽ 6 വരെ. സങ്കേത നഗരത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളാണ്
കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സങ്കേത നഗരം 6 പട്ടണം ദൈവം മോശയോട് കൽപ്പിച്ചു. മോശയ്ക്ക് ശേഷം യോശുവയോട് മോശ പറഞ്ഞതിനനുസരിച്ച് ദൈവം കൊടുത്ത ന്യായപ്രമാണം അനുസരിച്ച് അല്ലെങ്കിൽ കൽപ്പന അനുസരിച്ച് അതുപോലെ തന്നെ യോശുവ ചെയ്യുകയും അത് 6 സങ്കേത നഗരങ്ങൾ യോർദാന് കിഴക്കും പടിഞ്ഞാറും അക്കരെയുമായിട്ട് 6 സങ്കേത നഗരങ്ങൾ വിഭാഗിച്ചു കൊടുക്കുകയും ചെയ്തു. ഒരുവൻ പാപം ചെയ്താൽ ഓടി വരാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ഏത് പാപിക്കും ഓടി വന്ന് ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയാൽ, അബദ്ധവശാൽ പാപം ചെയ്താൽ എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് പാപം ചെയ്താലല്ല, അതിൻ്റെ ശിക്ഷ വേറെയാണ്. അറിഞ്ഞുകൊണ്ട് അബദ്ധവശാൽ പാപം ചെയ്തു കഴിഞ്ഞാൽ അവന് ഏത് സമയത്തും ഓടിച്ചെന്ന് ഈ സങ്കേത നഗരത്തിൽ കയറാം. അതുപോലെയാണ് ഈജിപ്തിലെ ഹെർക്കുലീസ് ദേവൻ്റെ ക്ഷേത്രത്തിൽ ഒരടിമ യജമാനൻ്റെ കയ്യിൽ നിന്ന് ഓടിപ്പോയി ക്ഷേത്രത്തിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ ഹെർക്കുലീസ് ദേവൻ്റെ വക ഒരു അടയാളം അവൻ്റെ ശരീരത്തിൽ കുത്തും. ആ അടയാളം ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം പിന്നെ ഹെർക്കുലീസ് ദേവൻ്റെ അടിമയാണ്. ഒരിക്കലും പുറത്തേക്ക് പോകാൻ ആർക്കും വന്ന് ഇതിൻ്റെ ഒറിജിനൽ യജമാനൻ വന്ന് പോലും ഇതിനെ പിടിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനെയാണ് അവിടുത്തെ ഒരു നിയമമെങ്കിൽ ഇതിനെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസും ഗലാത്യർ 6:17 പറയുന്നു, ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്, യേശുക്രിസ്തുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കും എന്ന് പറഞ്ഞാൽ ഇനി ശരീരം അപ്പോസ്തലനായ പൗലോസിൻ്റെ ഭാഷ ഞാൻ ഇനി ആരുടെ സ്തോത്രം അവകാശമല്ല, ഞാൻ യേശുക്രിസ്തുവിൻ്റെ അവകാശമാണ്, യേശുക്രിസ്തുവിൻ്റെ അടിമയാണ്. അതുപോലെ ഒരുവൻ സങ്കേത നഗരത്തിലേക്ക് ഓടിച്ചെന്ന് കഴിഞ്ഞാൽ അവനെ കൊല്ലാൻ പറ്റത്തില്ല, പിടിച്ചിറക്കൊണ്ട് പോകാൻ പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. അവിടെ വ്യവസ്ഥകളുണ്ട്, നിയമങ്ങളുണ്ട്. ആ നിയമം അനുസരിച്ച് കാര്യം ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആവർത്തന പുസ്തകം 19-4 മുതൽ 6 വരെയും, ആവർത്തന പുസ്തകം 4-41 മുതൽ 43 വരെയും, സംഖ്യാപുസ്തകം 35-11 വാക്യം കൂടെ ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ കാണാൻ കഴിയും. അവിടെ വിശദീകരിച്ച് എഴുതി വച്ചിട്ടുണ്ട്. നമ്മൾ വായിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അറിയാതെ അബദ്ധവശാൽ ഒരാളെ കൊന്നുപോയാൽ ഓടിപ്പോയി ഇരിക്കേണ്ടതിന് ഞാൻ മോശെ മുഖാന്തരം നിങ്ങളോട് കൽപ്പിച്ച സങ്കേത നഗരങ്ങൾ നിശ്ചയിപ്പിൻ. യോശുവയുടെ പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 16 ഭാഗങ്ങൾ വായിച്ചാൽ മതി. യോശുവയുടെ പുസ്തകം 20-ാം അധ്യായം 2-ാം വാക്യം. അബദ്ധവശാലുള്ള കൊലപാതകത്തിൻ്റെ നിബന്ധനകൾ. ശത്രുത കൂടാതെയുള്ള പെട്ടെന്ന് ഒരുത്തനെ കുത്തിക്കൊല്ലുക. സംഖ്യാപുസ്തകം 35-22. ഇതെന്തിനാ ഇത് പറയുന്നത്? ലാസ്റ്റിൽ പറയാം. ശത്രുത കൂടാതെ വല്ലത് എറിഞ്ഞിട്ട് കൊല്ലപ്പെടുക. സംഖ്യാപുസ്തകം 35-22. 3. ശത്രു ആയിരിക്കാതെയും ദോഷം വിചാരിക്കാതെയും ഒരുവൻ മരിപ്പാൻ തക്കവണ്ണം അവൻ കാണാതെ കല്ലെറിഞ്ഞിട്ട് കൊല്ലപ്പെടുകയും ചെയ്താൽ ഉള്ള പ്രമാണം. സംഖ്യാപുസ്തകം 35-23. മരം വെട്ടുമ്പോൾ 4. മരം വെട്ടുമ്പോൾ കോടാലി ഊരി തെറിച്ച് കൂട്ടുകാരന് കൊണ്ടിട്ട് കൊല്ലപ്പെടുക. ആവർത്തനം 19:5. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് വിശദീകരിച്ച് അബദ്ധവശാൽ വന്നു പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് 4 കാര്യങ്ങൾ പറഞ്ഞു. ഒരുവൻ ക്രിസ്തുവിൽ അഭയം തേടിയാൽ അവൻ്റെ പൂർവ്വകാലം ദൈവം അറിയായ്മയുടെ കാലമായി കണക്കിടുകയും ആ കാലങ്ങളിലെ പാപം അവനോട് ക്ഷമിക്കുകയും ചെയ്യുന്നു. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 17:30. സങ്കേത നഗരത്തിൽ അഭയം തേടുന്നവൻ ന്യായവിസ്താര സഭയുടെ മുൻപാകെ നിൽക്കണം. അവൻ തെറ്റ് അബദ്ധവശാൽ എന്ന് തെളിഞ്ഞാൽ അവനെ തുടർന്ന് സങ്കേത നഗരത്തിൽ പാർക്കാം. അബദ്ധവശാൽ ഒരുത്തനെ കൊന്നുപോയാൽ സഭയുടെ മുൻപാകെ നിൽക്കും വരെ രക്തപ്രതികാരകന്റെ കൈയാൽ മരിക്കാതെ ഓടിപ്പോയിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾക്കൊക്കെയും അവരുടെ ഇടയിൽ വന്ന് പാർക്കുന്ന പരദേശിക്കും വേണ്ടി നിശ്ചയിച്ച പട്ടണങ്ങൾ ഇവ തന്നെ. യോശുവയുടെ പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചാൽ, അല്ലെങ്കിൽ യോശുവയുടെ പുസ്തകം 20:9. എന്നാൽ ആരെങ്കിലും ശത്രുത കൂടാതെ പെട്ടെന്ന് ഒരുത്തനെ കുത്താതെ വല്ലതും അവൻ്റെ മേൽ എറിഞ്ഞു പോവുകയോ അവന് ശത്രുവായിരിക്കാതെയും അവന് ദോഷം വിചാരിക്കുകയോ അവൻ മരിപ്പാൻ തക്കവണ്ണം അവനെ കാണാതെ
കല്ലെറിയുകയും ചെയ്തിട്ട് അവൻ മരിച്ചുപോയാൽ കൊല ചെയ്തവനും രക്തപ്രതികാരനും മധ്യേ ന്യായങ്ങളെ മാനിച്ച് സഭ വിധിക്കണം. കൊല ചെയ്തവനെ സഭ രക്തപ്രതികാരൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണം. അവൻ ഓടിപ്പോയിരുന്ന സങ്കേത നഗരത്തിലേക്ക് അവനെ മടക്കി അയക്കണം. സംഖ്യാപുസ്തകം 35:22 മുതൽ 35 വരെയുള്ള ഭാഗങ്ങൾ. ക്രിസ്തുവിൽ ശരണപ്പെടുന്നവർ അവനിൽ ഭദ്രരാണെന്നും പിശാചിന് അവരോട് ഒന്നും ചെയ്യുവാൻ കഴിയില്ലെന്നാണ് ഈ സങ്കേത നഗരങ്ങൾ ഉദ്ഘോഷിക്കുന്നത്. ജോൺ ചാപ്റ്റർ 10 ഇങ്ങനെ പറയുന്നു. യോഹന്നാൻ 10:10 പിശാച് മോഷ്ടിപ്പാനും മറപ്പാനും മുടിപ്പാനും വരുന്നു. യേശുക്രിസ്തു വന്നത് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായി അനുഗ്രഹിക്കുവാനുമാണ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. നിങ്ങളോ റോമർ 8:1 നിങ്ങളോ അവനാൽ ക്രിസ്തുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണം വീണ്ടെടുപ്പുമായി തീർന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 1:30. സങ്കേത നഗരത്തിൽ അഭയം തേടിയവൻ്റെ തെറ്റ് മനഃപൂർവമായിട്ടുള്ളതാണെങ്കിൽ അവനെ രക്തപ്രതികാരൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. അവൻ മരണയോഗ്യനാണ്. മരിപ്പാൻ തക്കവണ്ണം ആരെങ്കിലും ഒരുത്തനെ കല്ലെറിഞ്ഞിട്ട് അവൻ മരിച്ചുപോയാൽ അവൻ കൊലപാതകൻ മരണശിക്ഷ അവൻ അനുഭവിക്കണം. സംഖ്യാപുസ്തകം 35:17. എന്നാൽ ഒരുത്തൻ കൂട്ടുകാരനെ ദർശിച്ച് തരം നോക്കി അവനോട് കയർത്ത് അവനെ അടിച്ചു കൊന്നിട്ട് ഈ പട്ടണങ്ങളിൽ ഒന്നിൽ ഓടിപ്പോയാൽ അവൻ്റെ പട്ടണത്തിലെ മൂപ്പന്മാർ ആളയച്ച് അവനെ അവിടെ നിന്ന് വരുത്തി അവനെ കൊല്ലേണ്ടതിന് രക്തപ്രതികാരൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം. ആവർത്തന പുസ്തകം 19:11 മുതൽ 12 വരെയുള്ള ഭാഗങ്ങൾ. നാം ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടവരുമാണ്. നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. റോമർ 4:10 മുതൽ 12 വരെയുള്ള ഭാഗങ്ങൾ തിരുവെഴുത്തുകളെ വായിച്ചു നോക്കുക. തിരുവെഴുത്തുകളെ ഉടനീളം വായിച്ച് മനസ്സിലാക്കുക. ഇതെന്തുകൊണ്ടാണെന്ന് ഞാൻ ലാസ്റ്റിൽ ഒന്നുകൂടെ വിശദീകരിക്കുന്നതാണ്. മനഃപൂർവ്വമായുള്ള കൊലപാതകത്തെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ. ഇരുമ്പായുധം കൊണ്ട് ഒരുത്തനെ അടിച്ചിട്ട് അവൻ മരിച്ചുപോയാൽ അവൻ കൊലപാതകൻ. സംഖ്യാപുസ്തകം 35:16. രണ്ടാമതായിട്ട് മരിപ്പാൻ തക്കവണ്ണം ആരെങ്കിലും ഒരുത്തനെ കല്ലെറിഞ്ഞിട്ട് അവൻ മരിച്ചുപോയാൽ അവൻ കൊലപാതകൻ. സംഖ്യാപുസ്തകം 35:17. 3. മരിപ്പാൻ തക്കവണ്ണം ആരെങ്കിലും കയ്യിലിരുന്ന മറയായുധം കൊണ്ട് ഒരുത്തനെ അടിച്ചിട്ട് അവൻ മരിച്ചുപോയാൽ അവൻ കൊലപാതകൻ. സംഖ്യാപുസ്തകം 35:18. 4. ദേഷ്യം നിമിത്തം ഒരുത്തനെ കുത്തി അവൻ മരിച്ചുപോയാൽ അവൻ കൊലപാതകൻ. സംഖ്യാപുസ്തകം 35:20. 5. കരുതിക്കുട്ടി ഒരുവന്റെ മേൽ വല്ലത് എറിഞ്ഞിട്ട് അവൻ മരിച്ചുപോയാൽ അവൻ കൊലപാതകൻ. സംഖ്യാപുസ്തകം 35:20. 6. ശത്രുതയാൽ കൈകൊണ്ട് ഒരുവനെ അടിച്ചിട്ട് അവൻ മരിച്ചുപോയാൽ അവൻ കൊലപാതകൻ. സംഖ്യാപുസ്തകം 35:21. സത്യം അറിഞ്ഞ ശേഷം മനഃപൂർവ്വം പാപം ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമില്ല എന്ന താക്കീതാണ് ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേയുള്ളൂ. എബ്രായർ 10:26-27 വാക്യം. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. സസ്യാദികളെ വിളയിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതും ആകുന്നു. ചുട്ടുകളയത്രേ അതിൻ്റെ അവസാനം. എബ്രായർക്ക് എഴുതിയ ലേഖനം 6:4 മുതൽ 8 വരെ. സങ്കേത നഗരങ്ങളിലേക്കുള്ള യാത്ര സുഗമമാകേണ്ടതിന് വിശാലമായ ഒരു വഴി വെട്ടിയിട്ടിട്ടുണ്ട്. ആരെങ്കിലും കൊല ചെയ്തു പോയാൽ അവിടേക്ക് ഓടിപ്പോകേണ്ടതിന് നീ ഒരു വഴി ഉണ്ടാക്കുകയും
നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശം 3 വിഭാഗിക്കുകയും വേണം. ആവർത്തന പുസ്തകം 19:3. ഈ സങ്കേത നഗരങ്ങളിലേക്കുള്ള വഴിക്ക് 32 മുഴം വീതിയുണ്ടെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. വഴിയില്ലാതിരിപ്പാനോ വഴിയുടെ പ്രയാസത്താൽ യാത്ര തടസ്സമായിരിക്കാനോ ഇടയാകാതിരിക്കാനായി ഇപ്രകാരം വഴിവെട്ടിയിരിക്കുന്നത്. നിത്യജീവങ്കിലേക്കുള്ള വഴി യേശുക്രിസ്തു മാത്രമാണ്. സകല ഭൂവാസികൾക്കും നോക്കി രക്ഷ പ്രാപിപ്പാൻ തക്കവണ്ണം യേശുക്രിസ്തു വിശാലമായ മാർഗമായി നിലകൊള്ളുകയാണ്. യേശുക്രിസ്തു ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, യോഹന്നാൻ 10:19, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. പിന്നെയും പറയുന്നു യോഹന്നാന്റെ സുവിശേഷം 14:6, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി നമുക്ക് വേണ്ടി തുറന്നു തന്നു. എബ്രായർ 10:9. യേശുക്രിസ്തുവാകുന്ന വഴിയിൽ കൂടെ വേണം ഓരോരുത്തരും രക്ഷയിലേക്ക് കടക്കേണ്ടത്. കർത്താവായ യേശുക്രിസ്തു ഏകരക്ഷിതാവായി നിൽക്കുകയും അവൻ ക്രൂശിന്മേൽ നിവർത്തിച്ച യാഗം ഏക രക്ഷാമാർഗമായിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് വിളിച്ചു പറയുന്നു, വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നു, യോഹന്നാൻ അപ്പോസ്തല പ്രവൃത്തി 4:12, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഏകനാമം യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. ഒരു പാപിയെ പാപത്തിൽ നിന്ന് വിടുവിച്ച് ദൈവത്തോട് നിരപ്പിക്കുവാൻ ദൈവത്താൽ നിയമിക്കപ്പെട്ട ഏക മധ്യസ്ഥൻ യേശുക്രിസ്തു മാത്രമാണ്. ഈ യേശുവിൽ കൂടി അല്ലാതെ ആർക്കും പിതാവായ ദൈവത്തിൻ്റെ അടുക്കൽ സമീപിക്കുവാൻ സാധ്യമല്ല. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 5-6 വാക്യം. ഒരുവൻ സങ്കേത നഗരത്തിലേക്ക് ഓടി വന്നാൽ പട്ടണത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് എല്ലാ കാര്യങ്ങളും പട്ടണ മൂപ്പന്മാരോട് തുറന്നു പറയണം. അപ്പോൾ അവർ അവനെ കൈക്കൊള്ളും. ആ പട്ടണങ്ങളിൽ ഒന്നിലേക്ക് ഓടിച്ചെല്ലുന്നവൻ പട്ടണത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് തൻ്റെ കാര്യം പട്ടണത്തിലെ മൂപ്പന്മാരെ അറിയിക്കുകയും അവർ അവനെ പട്ടണത്തിൽ കൈക്കൊണ്ട് തങ്ങളുടെ ഇടയിൽ പാർക്കേണ്ടതിന് അവനൊരു സ്ഥലം കൊടുക്കുകയും വേണം. യോശുവയുടെ പുസ്തകം 20-ാം അധ്യായം 4-ാം വാക്യം. യാതൊരു വ്യക്തിയും കർത്താവിൽ ശരണപ്പെടുവാൻ ഓടി വരുന്നുവോ അവൻ തൻ്റെ ലംഘനങ്ങളെ ഏറ്റുപറയണം. സദൃശവാക്യം 28:13. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ഇവിടെ വിഷയത്തിലേക്ക് വരുമ്പോൾ യോശുവയുടെ പുസ്തകം 20:4 പറയുന്നു, ആ പട്ടണങ്ങളിലേക്ക് ഒന്നിലേക്ക് ഓടിച്ചെല്ലുന്നവൻ പട്ടണത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് തൻ്റെ കാര്യം താൻ ചെയ്തു പോയി എല്ലാ കാര്യങ്ങളും മൂപ്പന്മാരെ അറിയിക്കുകയും അവർ അവനെ പട്ടണത്തിൽ കൈക്കൊണ്ട് തങ്ങളുടെ ഇടയിൽ പാർക്കേണ്ട ഒരു സ്ഥലം കൊടുക്കുകയും വേണം. ഏതൊരു വ്യക്തി കർത്താവിൽ ശരണപ്പെടുവാൻ ഓടി വരുന്നുവോ അവരുടെ ലംഘനങ്ങളെ ഏറ്റുപറയണം. അപ്പോൾ മാത്രമേ അവരെ കൈക്കൊള്ളുകയുള്ളൂ. ഇങ്ങനെയുള്ളവർ തങ്ങളുടെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞാൽ മാത്രം പോരാ, അവയെ ഉപേക്ഷിക്കുകയും വേണം. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. സങ്കീർത്തനം 32. ദാവീദ് എന്ന ഭക്തൻ പറയുകയാണ്, ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു. താൻ ചെയ്ത പാപങ്ങൾ മുഴുവനും 51-ാം സങ്കീർത്തനം പഠിക്കുമ്പോൾ അറിയാം. താൻ ചെയ്ത തെറ്റിന് 32-ാം സങ്കീർത്തനവും വായിക്കുമ്പോൾ നമുക്കറിയാം. ഇവിടെ 32:5 പറയുന്നു, ഞാൻ എൻ്റെ പാപം മുഴുവനും നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. ഇപ്രകാരം കൈക്കൊള്ളുന്നവരെ കർത്താവ് ഒരിക്കലും തള്ളിക്കളയുകയില്ല. കർത്താവ് തന്നെ പറയുകയുണ്ടായി, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല. ഒരു നാളും തള്ളിക്കളയുകയില്ല. ഒരു നാളും എന്നതിന് മൂലഭാഷയിൽ ഈമേ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം യാതൊരു കാരണവശാലും എന്നത്രേ. കർത്താവിൻ്റെ അടുക്കൽ വരുന്നവരെ യാതൊരു കാരണവശാലും യേശുക്രിസ്തു തള്ളിക്കളയത്തില്ല. നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിന്റെ വലം കൈ രക്ഷിക്കുന്നവനായുള്ളവേ നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ. സങ്കീർത്തനം 17:7. കർത്താവ് വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 3:3. മകളുടെ സൗഖ്യത്തിന് യേശുവിൻ്റെ അടുക്കൽ വന്ന പള്ളിപ്രമാണിയായ
യായിറസിനോടൊപ്പം യേശു അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ആ കുഞ്ഞ് മരിച്ചുപോയി എന്ന് വഴിയിൽ വെച്ച് അറിഞ്ഞിട്ടും കർത്താവ് ആ വീട്ടിൽ ചെന്നു. ആ കുഞ്ഞിൻ്റെ മൃതശരീരത്തിന് അടുത്ത് ചെന്ന് കരയേണ്ട, അവൾ മരിച്ചില്ല, ഉറങ്ങുകയത്രേ ചെയ്യുന്നത്. ലൂക്കോസ് 8:52. സധൈര്യം പറഞ്ഞുകൊണ്ട് അവളിൽ ആത്മാവിനെ മടക്കിക്കൊണ്ടുവരുവാൻ യേശുവിന് കഴിവുണ്ടായിരുന്നത് കൊണ്ടത്രേ ആ വേർപാടിൻ്റെ ദുഃഖവുമായി കഴിഞ്ഞ മാതാപിതാക്കൾക്ക് സന്തോഷത്തിൻ്റെ കൂടിച്ചേരലിൻ്റെ വിസ്മയം ഒരുക്കിക്കൊണ്ട് അവളുടെ കൈക്ക് പിടിച്ചുയർപ്പിച്ചു. അവളെ അവളുടെ മാതാപിതാക്കളുടെ കയ്യിൽ ഏൽപ്പിച്ച ശേഷമാണ് കർത്താവ് ആ വീട്ടിൽ നിന്നും മടങ്ങിപ്പോയത്. ഈ പട്ടണങ്ങളിൽ എല്ലാവർക്കും പ്രവേശനമുണ്ടായിരുന്നു. ഇസ്രായേൽ മക്കൾക്കും ഈ സങ്കേത നഗരങ്ങളിൽ 6 പട്ടണങ്ങളിൽ എല്ലാവർക്കും പ്രവേശനമുണ്ടായിരുന്നു. ഇസ്രായേൽ മക്കൾക്കും പരദേശികൾക്കും വന്നു പാർക്കുന്നവന് എല്ലാം ഈ നഗരങ്ങൾ സങ്കേതമായിരുന്നു. അബദ്ധവശാൽ ഒരുത്തനെ കൊന്നുപോയാൽ സഭയുടെ മുൻപാകെ നിൽക്കും വരെ രക്തപ്രതികാരൻ്റെ കയ്യാൽ മരിക്കാതെ ഓടിപ്പോയി ഇരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾക്കൊക്കെയും അവരുടെ ഇടയിൽ വന്നു പാർക്കുന്ന പരദേശിക്കും വേണ്ടി നിശ്ചയിച്ച ചട്ടങ്ങൾ ഇവ തന്നെ. യോശുവയുടെ പുസ്തകം 20:9. അബദ്ധവശാൽ ഒരുത്തനെ കൊല്ലുന്നവൻ ഏവനും അവിടേക്ക് ഓടിപ്പോകേണ്ടതിന് ഈ 6 പട്ടണം ഇസ്രായേൽ മക്കൾക്കും പരദേശിക്കും വന്ന് പാർക്കുന്നവനും സങ്കേതമായിരിക്കണം. സംഖ്യാപുസ്തകം 35:15. യഹൂദനെന്നോ യവനനെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ യാതൊരു വ്യത്യാസവും കൂടാതെയാണ് ക്രിസ്തു ജീവിതങ്ങളെ കൈക്കൊള്ളുന്നത്. അവന് മുഖപക്ഷമില്ല. സകല ഭൂവാസികളുമായുള്ളൊരു എങ്കിലേക്ക് തിരിഞ്ഞു രക്ഷപ്പെടുവിൻ, ഞാനല്ലാതെ ഒരു ദൈവവും ഇല്ലല്ലോ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45:22. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തു യേശുവിൽ കൂട്ടവാസികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3:6. യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. റോമർ 10:2. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 12:13. സങ്കേത നഗരങ്ങൾ വിദൂരത്തിലല്ല. യാതൊരു വ്യക്തിക്കും ഓടി രക്ഷപ്പെടുവാൻ തക്കവണ്ണം സമീപത്തായിരുന്നു സങ്കേത നഗരങ്ങൾ. യോർദാന് കിഴക്കേ കരയിൽ 3 പടിഞ്ഞാറക്കരയിൽ 3 6 പട്ടണങ്ങളാണ് വേർതിരിച്ചിരിക്കുന്നത്. കനാൻ ദേശത്തിൻ്റെ ഭൂപടം പരിശോധിച്ചാൽ ഒരുവന് തൻ്റെ വാസസ്ഥലത്തു നിന്നും സമീപയുള്ള സങ്കേത നഗരത്തിലേക്ക് ഓടി എത്തുന്നതിനുള്ള ദൂരം 30 മൈലിൽ കൂടുതൽ ഇല്ലായിരുന്നുവെന്ന് കാണുവാൻ കഴിയും. കൊല ചെയ്തവൻ എത്രയും വേഗം സങ്കേത പട്ടണത്തിൽ എത്തിച്ചേരാമായിരുന്നു. നിങ്ങൾ കൊടുക്കുന്ന പട്ടണങ്ങളിൽ 6 സങ്കേത നഗരം ആയിരിക്കണം. യോർദാൻ അക്കരെ 3 പട്ടണം കനാൻ ദേശത്ത് നിങ്ങൾ കൊടുക്കുന്ന പട്ടണങ്ങളിൽ 6 സങ്കേത നഗരം ആയിരിക്കണം. യോർദാൻ അക്കരെ 3 പട്ടണവും കനാൻ ദേശത്ത് 3 പട്ടണവും കൊടുക്കണം. അവ സങ്കേത നഗരങ്ങളിൽ ആയിരിക്കണം. സംഖ്യാപുസ്തകം 35 13 മുതൽ 14 വരെയുള്ള ഭാഗങ്ങൾ. അങ്ങനെ അവർ നഫ്താലി മലനാട്ടിൽ ഗലീല നാട്ടിലെ കേദേശും എഫ്രയീം മലനാട്ടിൽ ശെഖേമും യഹൂദ മലനാട്ടിൽ ഹെബ്രോൻ എന്ന കിര്യത്ത് അർബയും കിഴക്ക് യെരിഹോവിന് എതിരെ യോർദാനക്കരെ മരുഭൂമിയിൽ രൂബേൻ ഗോത്രത്തിൽ സമഭൂമിയിലുള്ള ബേസരും ഗിലെയാദിൽ ഗാദ് ഗോത്രത്തിൽ രാമോത്തും ബാശാനിൽ മനശ്ശെ ഗോത്രത്തിൽ ഗോലാനും നിശ്ചയിച്ചു. യോശുവയുടെ പുസ്തകം 20 7 മുതൽ 8 വരെയുള്ള ഭാഗങ്ങൾ. കൊല ചെയ്തവനെ പ്രതികാരകൻ മനസ്സിൻ്റെ ഉഷ്ണത്തോടെ പിന്തുടർന്ന് വഴിയുടെ ദൂരം നിമിത്തം അവനെ പിടിച്ച് അവൻ്റെ ജീവനെ നശിപ്പിക്കാതിരിക്കാൻ ആ പട്ടണങ്ങളിൽ ഒന്നിൽ ഓടിപ്പോയി ജീവനോടെ ഇരിക്കണം. ആവർത്തന പുസ്തകം 19:6. പിന്നീട് ആർക്കും അപ്രാപ്യനല്ല, ക്രിസ്തു ആർക്കും അപ്രാപ്യനല്ല എന്ന് പറഞ്ഞാൽ പണം ചെലവഴിച്ച പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചോ കർമാനുഷ്ഠാനങ്ങൾ നടത്തിയോ പ്രാപിക്കേണ്ടതായിട്ടില്ല. അവൻ നമുക്ക് സമീപയുണ്ട്.
വിശ്വാസത്താൽ ഏറ്റുകൊണ്ടാൽ മതിയാകും. നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി സ്വയമായി ഒന്നും പരിശ്രമിക്കേണ്ട കാര്യമില്ല. വീണ്ടെടുപ്പിൻ മാർഗം സ്വർഗം ഒരുക്കി വച്ചിരിക്കുകയാണ്. വിശ്വാസത്താൽ ഏറ്റുവാങ്ങിയാൽ മാത്രം മതി. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. സങ്കീർത്തനങ്ങൾ 145:18. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടെന്ന് അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. മത്തായി 1:22. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ എന്നോട് കൂടെ അത്താഴം കഴിക്കും. വെളിപ്പാട് പുസ്തകം 3:20. രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവവചനം ഏവരുടെയും സമീപത്ത്, രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വചനം എല്ലാവരുടെയും സമീപത്ത് തന്നെ ഉണ്ട്. വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയും, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. റോമർ 10:8-9 സങ്കേത നഗരത്തിൽ അഭയം തേടുന്നവർ അന്നുള്ള മഹാപുരോഹിതന്റെ കാലം വരെ അവിടെ പാർക്കണം, പിന്നീട് സ്വതന്ത്രനായി പോകാം. ഞാൻ സഭയുടെ മുൻപാകെ വിസ്താരത്തിന് നിൽക്കും വരെയോ അന്നുള്ള പുരോഹിതന്റെ മരണം വരെയോ ആ പട്ടണത്തിൽ പാർക്കണം. ഒന്നുകൂടെ വായിക്കാം. അവൻ സഭയുടെ മുൻപാകെ വിസ്താരത്തിന് നിൽക്കും വരെയോ അന്നുള്ള പുരോഹിതന്റെ മരണം വരെയോ ആ പട്ടണത്തിൽ പാർക്കണം. യോശുവയുടെ പുസ്തകം 20:6. കൊല ചെയ്തവനെ സഭ രക്തപ്രതികാരന്റെ കൈകളിൽ നിന്ന് രക്ഷിക്കണം. അവൻ ഓടിപ്പോയിരുന്ന സങ്കേത നഗരത്തിലേക്ക് അവനെ മടക്കി അയക്കണം. വിശുദ്ധ തൈലത്താൽ അഭിഷിക്തനായ മഹാപുരോഹിതന്റെ മരണം വരെ അവൻ അവിടെ പാർക്കണം. സംഖ്യാപുസ്തകം 35:25. നമ്മുടെ പുരോഹിതനായ ക്രിസ്തു മരണമില്ലാത്തവനാണ്, നിത്യ പൗരോഹിത്യം പ്രാപിച്ചവനാണ്. അവിടെ യേശു ക്രിസ്തു മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുൻപ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 6:20. നീ മൽക്കീസേദെക്കിന്റെ വിധത്തിൽ എന്നേക്കും പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു അനുദപിക്കുകയുമില്ല. സങ്കീർത്തനം 110:4. ആകയാൽ യേശുവിൻ്റെ അടുക്കൽ ഓടിയെത്തിയവർ തങ്ങളുടെ മരണം വരെ അവനിൽ ശരണപ്പെട്ടിരിക്കണം. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ നീ ജീവകിരീടം നിനക്ക് തരും. വെളിപ്പാട് പുസ്തകം 3:11. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. വെളിപ്പാട് പുസ്തകം 3:11. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 10:12. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. എബ്രായർക്ക് എഴുതിയ ലേഖനം 3:4. അടുത്തതായിട്ട് തിരുവെഴുത്തുകളിൽ കാണുന്ന അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. എബ്രായർക്ക് എഴുതിയ ലേഖനം 4:1. സങ്കേത നഗരത്തിലെ അഭയം നിത്യമാണ്. സങ്കേത നഗരത്തിൽ അഭയം തേടിയവർ സങ്കേത നഗരത്തിൽ നിന്ന് പുറത്തു പോവുകയും അവൻ രക്തപ്രതികാരൻ്റെ കയ്യാൽ കൊല്ലപ്പെടുകയും ചെയ്താൽ അവൻ്റെ രക്തം അവൻ്റെ മേൽ തന്നെ ഇരിക്കും. എന്നാൽ കൊല ചെയ്തവൻ ഓടിപ്പോയിരുന്ന സങ്കേത നഗരത്തിൻ്റെ അതിർ വിട്ട് പുറത്തു വരികയും അവനെ അവൻ്റെ സങ്കേത നഗരത്തിൻ്റെ അതിരിന് പുറത്തു വെച്ച് കണ്ടാൽ രക്തപ്രതികാരൻ കൊല ചെയ്തവനെ കൊല്ലുകയും ചെയ്താൽ അവന് രക്തപാതകം ഇല്ല. അവൻ മഹാപുരോഹിതന്റെ മരണം വരെ തൻ്റെ സങ്കേത നഗരത്തിൽ പാർക്കേണ്ടതാകുന്നു. സംഖ്യാപുസ്തകം 35:26-28 വരെയുള്ള ഭാഗങ്ങൾ. ദൈവകൃപയിലേക്ക് കടന്നു വന്നതിന് ശേഷം ഒരു വ്യക്തി പിന്മാറിപ്പോയാൽ അവനെ വീണ്ടും കൃപയിലേക്ക് കൊണ്ടുവരുവാൻ പ്രയാസമാണ്. അവൻ്റെ പിന്നത്തെ അവസ്ഥ ആദ്യത്തേതിലും മോശമായിരിക്കും. അവൻ്റെ അന്ത്യമോ നാശവുമായിരിക്കും. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ അവിടെ വായിക്കുന്നത് തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ ക്രൂശിക്കുകയും ദൈവപുത്രനെ ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട്
അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതും ഉതകുന്നതും ശാപത്തിനടുത്തതുമാകുന്നു. ചുട്ടുകളയത്രേ അതിൻ്റെ അവസാനം. എബ്രായർ 6:4-8 വരെയുള്ള ഭാഗങ്ങൾ വീണ്ടും എടുത്ത് വായിക്കുകയാണ്. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവിപ്പാൻ ആരുമുണ്ടാകുകയില്ല. സങ്കീർത്തനം 50:22. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ആകയാൽ ദൈവത്തിൻ്റെ ദയയും കണ്ണിതവും കാണുക. വീണവരിൽ ദൈവത്തിൻ്റെ കണ്ണിതവും നിന്നിലോ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. റോമർ 1:21-22. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനം എന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവർ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വിട്ടു എന്ന് കർത്താവ് തൻ്റെ ജനത്തെ വിട്ടു എന്നും കർത്താവ് തൻ്റെ ജനത്തെ ന്യായം വിധിക്കുമെന്നും അരുളിച്ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് എത്ര ഭയങ്കരം. എബ്രായർക്ക് എഴുതിയ ലേഖനം 10:29-30 വാക്യം. ആര് ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കൈപ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ കാണുന്നുവല്ലോ. എബ്രായർ 12:15-17 വരെയുള്ള ഭാഗങ്ങൾ. രക്ഷിക്കപ്പെട്ടവർ ദൈവകൃപയിൽ തന്നെ നിൽക്കേണ്ടതാണെന്നുള്ളതിന് തെളിവിനായി തിരുവചനത്തിൽ അനേകം ദൃഷ്ടാന്തങ്ങൾ കാണുവാൻ നമുക്ക് കഴിയും. ഇസ്രായേൽ ജനം തങ്ങളുടെ വീണ്ടെടുപ്പിനായി പെസഹ കുഞ്ഞാടിനെ അറുത്തു. അതിൻ്റെ രക്തം നിങ്ങളുടെ വീടിൻ്റെ കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടേണ്ടതിന് ഇപ്രകാരം പുരട്ടിയിട്ട് ആ വീട്ടിൽ തന്നെ അവർ പാർക്കണം. പുറത്തിറങ്ങിയാൽ സംഹാരകൻ സംഹരിക്കും. ഈസോപ്പ് ചെടിയുടെ ഒരു കെട്ട് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി കിണ്ണത്തിലുള്ള രക്തം കുറുമ്പടിമേലും കട്ടളക്കാലിന്മേൽ രണ്ടിലും തേക്കണം. പിറ്റേന്നാൾ നേരം വെളുക്കുന്നവരെ നിങ്ങളിൽ ആരും വീടിൻ്റെ വാതിലിന് പുറത്ത് ഇറങ്ങരുത്. പുറപ്പാട് പുസ്തകം 12:22-24 വരെയുള്ള ഭാഗങ്ങൾ. രാഗാവ് എന്ന വേശ്യയ്ക്ക് ഇസ്രായേലിലെ ഒറ്റുകാർ കൊടുത്ത പ്രമാണം ഇതായിരുന്നു. അവളുടെ വീടിൻ്റെ കിളിവാതിൽക്കൽ ചുവപ്പ് ചരട് കെട്ടിയിടുകയും അവളും അവളുടെ വീട്ടുകാരും ആ വീട്ടിനുള്ളിൽ തന്നെ ആയിരിക്കുകയും വേണം. എന്നാൽ ആരെങ്കിലും പുറത്തിറങ്ങിയാൽ അവൻ്റെ രക്തം അവൻ്റെ തലമേലിരിക്കും. അവർ അവളോട് പറഞ്ഞത്, തങ്ങൾ ഈ ദേശത്ത് വരുമ്പോൾ നീ ഞങ്ങളെ ഇറക്കിവിട്ട ഈ കിളിവാതിൽക്കൽ ഈ ചുവപ്പ് ചരട് കെട്ടുകയും നിന്റെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും പിതൃഭവനത്തെ ഒക്കെയും നിന്റെ അടുക്കൽ വീട്ടിൽ വരുത്തിക്കൊള്ളുകയും വേണം. അല്ലെങ്കിൽ നീ ഞങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിച്ച സത്യത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവുള്ളവരാകും. ആരെങ്കിലും വീട്ടുവാതിലിന് പുറത്തിറങ്ങിയാൽ അവൻ്റെ രക്തം അവൻ്റെ തലമേലിരിക്കും. ഞങ്ങൾ കുറ്റമില്ലാത്തവർ ആകും. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം 17-19 വരെയുള്ള ഭാഗങ്ങൾ. ഇസ്രായേൽ ജനം മരുഭൂപ്രയാണത്തിലായിരുന്നപ്പോൾ യഹോവയായ ദൈവം അവർക്ക് മന്ന കൊടുത്തിരുന്നു. ഈ മന്ന മേഘത്തിന് കീഴിൽ മാത്രമേ പെയ്തിരുന്നുള്ളൂ. അതായത് മന്ന വേണമെങ്കിൽ മേഘത്തിന് കീഴെ പാർക്കണം. അങ്ങനെയെങ്കിൽ ദൈവിക അനുഗ്രഹങ്ങൾ ദൈവകൃപയിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഉത്തമഗീതത്തിൽ പ്രിയൻ തൻ്റെ പ്രിയയെ ഒരിടത്ത് സംബോധന ചെയ്തിരിക്കുന്നത് പാറയുടെ പിളർപ്പിലിരിക്കുന്ന പ്രാവ് എന്നാണ്. പാറയുടെ പിളർപ്പിലും കടുത്തൂക്കിൻ്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. ഉത്തമഗീതം 2:14. പാറയുടെ പിളർപ്പിലിരിക്കുന്ന കുറുമ്പ്രാവ് തൻ്റെ ഇണയ്ക്കായി കാത്തിരിക്കുകയാണ്. തൻ്റെ ഇണ വന്ന് വിളിക്കുന്നിടം വരെ കുറുമ്പാവ് പാറയുടെ പിളർപ്പിൽ തന്നെ മറഞ്ഞിരിക്കണം. അതിനു മുൻപായി പുറത്തിറങ്ങിയാൽ അതിനെ റാഞ്ചുവാൻ റാഞ്ചൽ പക്ഷികൾ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നുണ്ട്. കർത്താവ് തൻ്റെ കാന്തയായ സഭയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വെളിപ്പെടുന്ന നാൾ വരെ ഓരോ ദൈവ പൈതലും തങ്ങൾക്ക് വേണ്ടി പിളർക്കപ്പെട്ട പാറയായ ക്രിസ്തുവിൽ സദാകാലം മറഞ്ഞിരിക്കേണ്ടതാകുന്നു. അല്ല,
ദൈവകൃപയിൽ നിന്ന് അകന്നു പോയാൽ ദുഷ്ടനായ പിശാച് തകർത്ത് കളയുമെന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. റോമിലേക്കുള്ള യാത്രാമധ്യേ കപ്പൽ തകർന്നു പോയതിനാൽ കപ്പലിൻ്റെ പലകളിലും കണ്ണങ്ങളിലുമായി പിടിച്ച് പൗലോസ് അപ്പോസ്തലനും കൂട്ടരും ദ്വീപിൽ വലിഞ്ഞു കയറിയ ചരിത്രം പ്രവൃത്തികളുടെ പുസ്തകം 27-28 അധ്യായങ്ങളിൽ കാണുന്നുണ്ട്. രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേര് മെലിത്ത എന്നവർ ഗ്രഹിച്ചു. അപ്പോസ്തല പ്രവൃത്തി 28:1. മെലിത്ത എന്ന വാക്കിൻ്റെ അർത്ഥം പെറ്റമ്മയേക്കാൾ നല്ലതെന്നാണ്. മോർ ദാൻ എ മദർ. അമ്മയേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവ് മാത്രമാണ്. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? അവർ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. യെശയ്യാ പ്രവചനം 49:15. പുരാതന കാലത്തൊക്കെ അവരെ ചുമന്നുകൊണ്ട് നടന്നു. യെശയ്യാ 63:9. നിങ്ങളെ പാർശ്വത്തിൽ എടുത്തുകൊണ്ട് നടക്കുകയും മുഴങ്കാലിന്മേൽ ഇരുത്തി ലാളിക്കുകയും ചെയ്യും. നമ്മെ ആശ്വസിപ്പിക്കുന്നത് പോലെ, അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. യെശയ്യാ പ്രവചനം 66:12-13 വാക്യം. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് പറയുവാൻ കഴിയുന്ന സാക്ഷ്യം: ഈ ലോക സാഗരത്തിൽ ജീവിത പടക് തകർന്ന് മുങ്ങിത്താഴുവാൻ തുടങ്ങിയപ്പോൾ വാഗ്ദത്തങ്ങളാകുന്ന പലക കഷണങ്ങളിൽ പിടിച്ച് ഒരു ദ്വീപിൽ കയറി രക്ഷപ്പെടുവാൻ കഴിഞ്ഞെന്നും ആ സങ്കേതം പെറ്റമ്മയേക്കാൾ ഉറ്റു സ്നേഹിച്ച് ജീവൻ തന്ന് രക്ഷിച്ച കർത്താവായ യേശു ക്രിസ്തുവാണെന്നാണ് അതിൻ്റെ ആത്മീയ വ്യാഖ്യാനം. ശീതകാലം കഴിയുന്നിടം വരെ പൗലോസ് അപ്പോസ്തലൻ മെലിത്ത ദ്വീപിൽ കഴിഞ്ഞതുപോലെ അപ്പോസ്തല പ്രവൃത്തി 28:11. നാം അഭയം തേടിയിരിക്കുന്ന മെലിത്തായിൽ നമുക്ക് കഴിഞ്ഞുകൂടാ. നമ്മുടെ ശീതകാലം കഴിയുന്നത് നീതിയിൻ സൂര്യനായ ക്രിസ്തു കിഴക്കുദിക്കുമ്പോൾ മാത്രമാണ്. അതുവരെയും അഭയം തേടിയിരിക്കുന്ന ക്രിസ്തുവിൽ നമുക്ക് മറഞ്ഞിരിക്കാം. സങ്കേത നഗരത്തിൽ അഭയം തേടുന്നവരോട് വീണ്ടെടുപ്പ് വിലയായി ദ്രവ്യം വാങ്ങി സ്വതന്ത്രരായി വിടുവാൻ പാടില്ല. 8ാമത്തെ കാര്യമാണ്, സങ്കേത നഗരത്തിൽ ഓടിപ്പോയവർ പുരോഹിതന്റെ മരണത്തിന് മുൻപേ നാട്ടിൽ മടങ്ങി വന്ന് പാർക്കേണ്ടതിന് നിങ്ങൾ വീണ്ടെടുപ്പ് വില വാങ്ങരുത്. സംഖ്യാപുസ്തകം 35:32. ക്രിസ്തുവിലൂടെയുള്ള രക്ഷ ദ്രവ്യത്താൽ വാങ്ങാവുന്നതല്ല, അത് സൗജന്യമാണ്. അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത്. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 24-ാം വാക്യം. പക്ഷേ രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 10-ാം വാക്യം. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശീമോൻ കണ്ടാറേ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. ഞാൻ ഒരുത്തൻ്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിപ്പാൻ തക്കവണ്ണം ഈ അധികാരം എനിക്ക് തരണം എന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, ദൈവത്തിൻ്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 8-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള ഭാഗങ്ങൾ. യഥാർത്ഥവണ്ണം വായിച്ചാൽ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 18-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ വിശദമായിട്ട് കാണുവാൻ കഴിയും. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ മാത്രമേ വീണ്ടെടുപ്പ് പ്രാപിക്കുവാനും കഴിയുള്ളൂ. വ്യക്തവും പിതൃപാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1:18 വാക്യം. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. വെളിപ്പാട് പുസ്തകം 5:9. സങ്കേത നഗരത്തിൽ ഓടി വന്നവൻ്റെ കൂട്ടുകാർ അവന് മുൻപായി അവിടേക്ക് ഓടി വന്ന് രക്ഷ പ്രാപിച്ചവരാണ്. അഭയം തേടി ക്രിസ്തുവിൽ വന്നവൻ്റെ സ്നേഹിതർ ഇതിനു മുൻപ് ക്രിസ്തുവിൽ അഭയം തേടിയവരാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ സംസർഗം രക്ഷിക്കപ്പെട്ടവരോടായിരിക്കണം. പെന്തക്കോസ്ത് നാളിൽ ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ
പത്രോസ് അപ്പോസ്തലൻ വിശദമാക്കുമ്പോൾ വേർപാടിൻ്റെ ഉപദേശം പ്രസ്താവിക്കുകയുണ്ടായി. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞു, അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2:40. ദൈവജന അവിശ്വാസികളുമായി ഒരിക്കലും ഇണയില്ലപ്പണ കൂടരുത്. ദൈവവചന ശക്തമായി താക്കീത് ഈ വിഷയത്തിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലപ്പണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്തൊരു പൊരുത്തം. അല്ല, അവിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്തു ഓഹരി, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള ഭാഗങ്ങൾ. മിസ്രയീമിൽ വെച്ച് മോശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. അവിടെയുള്ള തൻ്റെ കൂട്ടുകാർ ശവക്കല്ലറ വരെ ഉള്ളുവെന്ന്. മിസ്രയീമിൽ വെച്ച് മോശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. അവിടെയുള്ള തൻ്റെ കൂട്ടുകാർ ശവക്കല്ലറ വരെ ഉള്ളൂ എന്ന്. അതുകൊണ്ട് അവൻ ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ദൈവജനത്തോട് ചേർന്ന് കട്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുക്കുകയും ചെയ്തു. ദൈവജനത്തോടുകൂടി കൂട്ടുകൂടിയാൽ കട്ടമാണുള്ളത്. ഇത് മോശ തെരഞ്ഞെടുത്തതാണ്. അബദ്ധവശാൽ കട്ടം അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിലായതല്ല, സ്വമനസാലെ തെരഞ്ഞെടുത്തതാണ്. സങ്കേത നഗരം വളരെ അടുക്കലുണ്ടായിരുന്നിട്ടും ഇവിടെ ഓടിക്കയറാത്തതിൻ്റെ ഫലമായി രക്തപ്രതികാരങ്ങൾ ദാരുണമായി കൊലപ്പെട്ട ഒരുവന്റെ അന്തം തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശൗൽ രാജാവിൻ്റെ സേനാപതിയായിരുന്ന അബ്നേർ ദാവീദ് രാജാവിൻ്റെ സേനാപതിയായ യോവാബിൻ്റെ സഹോദരനായ അസാഹേലിനെ കുന്തം കൊണ്ട് വയറ്റത്ത് കുത്തിക്കൊന്നു. ശമൂവേൽ എഴുതിയ 2-ാം പുസ്തകം 2:23. എന്നാൽ അധികം നാൾ കഴിയുന്നതിന് മുൻപ് യോവാബ് അബ്നേരിനെ സങ്കേത നഗരങ്ങളിൽ ഒന്നായ ഹെബ്രോന്റെ പടിവാതിക്കൽ വെച്ച് കുത്തിക്കൊന്നു. അബ്നേർ ഹെബ്രോനിലേക്ക് മടങ്ങി വന്നപ്പോൾ യോവാബ് സ്വകാര്യം പറയുവാൻ അവനെ പടിവാതിക്കൽ ഒരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തൻ്റെ സഹോദരനായ അസാഹേലിൻ്റെ രക്തപ്രതികാരത്തിനായി അവിടെ വെച്ച് അവനെ വയറ്റത്ത് കുത്തിക്കൊന്നുകളഞ്ഞു. ശമൂവേൽ എഴുതിയ 2-ാം പുസ്തകം 3:27 മുതൽ 29 വരെ. ഈ സംഭവം അറിഞ്ഞപ്പോൾ ദാവീദ് രാജാവ് ഇപ്രകാരം വിലപിച്ചു പാടിയത്: അബ്നേർ ഒരു നീചനെ പോലെയോ മരിക്കേണ്ടത്. നിന്റെ കൈ ബന്ധിച്ചിരുന്നില്ല, നിന്റെ കാലിന് ചങ്ങലയിട്ടിരുന്നില്ല. നീതി കെട്ടവരുടെ മുൻപിൽ പട്ടുപോകും പോലെ നീ പട്ടുപോയല്ലോ. ശമൂവേൽ എഴുതിയ 2-ാം പുസ്തകം 3:33-34. ദാവീദ് ഇപ്രകാരം വിലപിക്കുവാൻ കാരണമുണ്ട്. സങ്കേത നഗരത്തിൻ്റെ പടിവാതിക്കൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. യോവാബ് കുന്തം എടുക്കുന്നത് കണ്ട മാത്രമേ തന്നെ അബ്നേരിന് സങ്കേത നഗരത്തിലേക്ക് ഓടിപ്പോകാമായിരുന്നു. അവൻ്റെ കൈയും കാലും ബന്ധിച്ചിരുന്നില്ല. എങ്കിലും അവനത് ചെയ്യാതെ നിർവിചാരിയായി രക്തപ്രതികാരൻ്റെ മുൻപിൽ നിന്നുകൊടുത്തു. അതിൻ്റെ ഫലമോ ഏറ്റവും ദാരുണമായി അവൻ കൊല്ലപ്പെട്ടു. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷയെ നാം ഗണ്യമാക്കി നിർവിചാരികളായി ജീവിതം മുന്നോട്ട് നയിക്കുന്നവരുടെ അന്തം അത്യന്തം ശോചനീയമായിരിക്കണമെന്നല്ലേ മേൽപ്പറഞ്ഞ സംഭവങ്ങൾ നമ്മെ അറിയിക്കുന്നത്. എന്താണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ കാരണം? ഞാൻ ഈ 1-ാം ഭാഗം ഇവിടെ നിർത്തട്ടെ. യേശുക്രിസ്തുവിൻ്റെ അരികിൽ ഏത് മനുഷ്യനും ഏത് സമയത്തും ഓടിവരാം എന്ന് തെളിയിക്കുന്നതാണ് സങ്കേത നഗരങ്ങളിൽ വിശുദ്ധ തിരുവെഴുത്തുകളിൽ 6 പട്ടണങ്ങൾ. ഇത് ലേവ്യർക്കുള്ള സ്ഥലങ്ങളിൽ പെട്ടതായിരുന്നു. എങ്കിലും ഇന്നാരെന്നൊന്നുമില്ല,
അവിടെ യവനെന്നോ യഹൂദനെന്നോ ഒന്നുമില്ല. ആര് പാപം ചെയ്താലും, അബദ്ധവശാൽ പാപം ചെയ്താലും, അറിഞ്ഞുകൊണ്ട് പാപം ചെയ്താലും, അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുന്നവൻ മരണയോഗ്യനാണ്. എങ്കിലും ഓടി വരാം, ഓടി വന്ന് സങ്കേത നഗരത്തിൽ കയറിക്കഴിഞ്ഞാൽ അന്നുള്ള ആ മഹാപുരോഹിതൻ അല്ലെങ്കിൽ അന്നുള്ള പുരോഹിതൻ്റെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം വരെ അവിടെ തന്നെ പാർക്കണം. പുറത്തു പോകാൻ പാടില്ല. വ്യവസ്ഥകൾ, കോടതി നിയമം പോലെ അവിടെ വ്യവസ്ഥകൾ വച്ചിരിക്കുക. ആ വ്യവസ്ഥ പ്രകാരം നിൽക്കുന്നവന് ആ മരണത്തിൽ നിന്ന് വിടുതലുണ്ട്. അതുപോലെ യേശുക്രിസ്തുവിൻ്റെ അരികിൽ ഏത് പാപിക്ക് ഓടി വരാം. 3 ചിന്തകൾ പറഞ്ഞ് ഒരു വാക്ക് പ്രാർത്ഥിക്കുവാനായി താല്പര്യപ്പെടുക. നാളെ റിസൾട്ടിന് വേണ്ടി എല്ലാവരും നോക്കിയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് എല്ലാവരും സുഖമായിട്ട് കിടന്ന് ഉറങ്ങണ്ട, ഉണർന്നിരുന്നാൽ മതി. നാളെ വൈകിട്ടോ രാത്രിയിൽ ഉറങ്ങിയാൽ മതി, അതാണ് നല്ലത്. ഇന്ന് ഉറങ്ങാൻ പറ്റൂല, കിടന്നാൽ തിരിഞ്ഞും മുറിഞ്ഞ് കിടക്കാനേ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ ഉറക്ക ഗുളിക കഴിച്ചിട്ട് കിടക്കേണ്ടി വരും. അതുകൊണ്ട് ഉറക്ക ഗുളിയൊന്നും കഴിച്ച് ആരും കിടക്കണ്ട. ഇന്നുള്ള സങ്കേത നഗരത്തിലേക്കൊക്കെ പോകാൻ ഒന്ന് പാക്ക് ചെയ്തൊക്കെ ഒന്ന് ഇരിക്കുക. സങ്കേത നഗരത്തിലേക്ക് ഒന്ന് ഓടിപ്പോകാൻ പാക്ക് ചെയ്തിരിക്കുക. കാരണം സങ്കേത നഗരം ഒരേ ഒരിടമേ ഉള്ളൂ, അത് യേശുക്രിസ്തുവിൻ്റെ സന്നിധിയാണ്. ഏത് പാപിക്ക് ഓടി വരാം. ഒരിക്കൽ അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ക്രിസ്തു യേശു പാപികളെ, തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 1:15 പറയുന്നു, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ഭൂമിയിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും അത് എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാനേ പ്രധാന പാപി, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. അടുത്തതായിട്ട് വിളിച്ചു പറയുന്നു, ദാവീദ് എന്ന ഭക്തൻ പാപം ചെയ്തിട്ട് വിളിച്ചു പറയുന്നു, അയ്യോ ഞാൻ പാപം ചെയ്തു, ഞാൻ അറിഞ്ഞുകൊണ്ട് പാപം ചെയ്തു. അവൻ ഇങ്ങനെ താൻ നിലവിളിച്ചു പറയുകയാണ്. ചെയ്തുപോയ തെറ്റുകളെ നിലവിളിച്ച് കണ്ണുനീരോടെ യാചിച്ച് നിലവിളിക്കുകയാണ്. അടുത്തതായിട്ട് അപ്പോസ്തലനായ പൗലോസും പറയുന്നുണ്ട്, ഇങ്ങനെ വിളിച്ചു പറയുന്നു. റോമർ 7:13 മുതൽ 28 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചെങ്കിൽ അറിയത്തുള്ളൂ. അയ്യോ ഞാൻ പാപിയായോ ഒരു മനുഷ്യൻ, ഈ അധർമ്മമായ പാപത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും, ഞാൻ അരിഷ്ട മനുഷ്യനെന്ന് അദ്ദേഹം നിലവിളിച്ച് കരയുകയാണ്. ഏത് പാപി അവൻ തെറ്റ് പറ്റിപ്പോയി ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോട്, അവൻ കണ്ണുനീരോട്, അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നാൽ ഏത് പാപിയെയും വിടുവിക്കുവാൻ, രക്ഷിപ്പാൻ യേശുക്രിസ്തുവിൻ്റെ രക്തം ഇന്നും 2025 വർഷങ്ങൾക്ക് മുൻപ് ധാരയായി ഒഴുകിയ ആ ക്രിസ്തു യേശുവിൻ്റെ രക്തം ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുക. ചിലരുടെയൊക്കെ ഭാഷ പറഞ്ഞ ഇത് കട്ട രക്തമെന്ന സ്വത്രം. കട്ട രക്തം എന്ന് പറയുന്ന പുള്ളികൾക്ക് അവൻ ആരായാലും അവർക്ക് അറിയില്ല, ഇതിനെക്കുറിച്ച് യഥാർത്ഥ സത്യം അവർക്കറിയില്ല. ഇത് കട്ട രക്തമല്ല. വിശ്വസിക്കുന്ന ആ പറഞ്ഞ വ്യക്തിയെയും രക്ഷിപ്പാൻ യേശു ക്രിസ്തുവിൻ്റെ രക്തം ധാരയായി ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഭരണകർത്താക്കന്മാർക്ക് സമാധാനം കൊടുക്കേണ്ടതിനായി സ്വതന്ത്രം കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി, ബംഗാൾ, ഇവിടെ എല്ലാം നാളെ റിസൾട്ട് അറിയുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. സമാധാനപരമായി കാര്യങ്ങൾ നീക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആരും നശിച്ചു പോകരുത്. എല്ലാവരും, ചിലരൊക്കെ സങ്കേത നഗരത്തിൽ പോയി കയറാൻ വേണ്ടി ഒരുങ്ങിയിരിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. എന്നിട്ട് സങ്കേത നഗരത്തിൽ പോയി ഒളിക്കട്ടെ. അടുത്ത കൂട്ടർ കയറട്ടെ, അടുത്ത കൂട്ടർ ഇറങ്ങട്ടെ, സങ്കേത നഗരത്തിൽ ഒളിക്കട്ടെ. ഇങ്ങനെ ഒളിച്ചൊളിച്ച് ഇവർ നടക്കട്ടെ. നമുക്കെന്ത് ചെയ്യാം? നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്തായാലും ഇപ്പോൾ കോൺഗ്രസ്സിലാണെങ്കിൽ അടി തുടങ്ങി ആരാണ് മുഖ്യമന്ത്രി എന്ന്. മുഖ്യമന്ത്രിക്ക് യോഗ്യനായിട്ടുള്ള ഒരാളെ എനിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരാളുണ്ടെങ്കിൽ അത് വി ഡി സതീശന് ഉള്ളൂ. അദ്ദേഹം കയറട്ടെ, ഒന്ന് ഭരിച്ചു നോക്കട്ടെ, നമുക്ക് നോക്കാം ആരാണെന്ന്. അദ്ദേഹം കയറി 5 വർഷം അവിടോട്ട് ഇരുന്നിട്ട് നോക്കാം പിന്നെ എങ്ങനെയുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത് ആര് ഭരിക്കണം ആര് ഭരിക്കേണ്ട. എന്നാൽ അതിനേക്കാൾ ഉപരി സർവശക്തൻ വാഴുകയും വീഴുകയും ചെയ്യുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കാം, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. എന്തായാലും 80-നും 90-നും മുകളിൽ സീറ്റോടുകൂടെ കോൺഗ്രസ് കയറും. അതിനായി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം,
പ്രാർത്ഥിക്കാം. പരിശുദ്ധ നല്ല പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. അടിയനെ കുടുംബമായി 3 കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നപ്പ ദൈവത്തിൻ്റെ കൃപ എല്ലാവരുടെ മേലും പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കുന്നതോടൊപ്പം ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കായി സ്തോത്രം, പ്രസിഡന്റിനായി സ്തോത്രം, സ്തോത്രം, എല്ലാ 29 സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇലക്ഷൻ റിസൾട്ട് നടക്കുന്ന 4 സംസ്ഥാനങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും കരുതലും കാവലും ഓരോരുത്തരോടും കൂടി ഇരിക്കട്ടെ. ഒരനർത്ഥങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ആർക്കും വരാതെ സമാധാനപരമായി കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജഡ്ജിമാർക്കായി പ്രാർത്ഥിക്കുന്നു, പോലീസ് അധികാരികൾക്കായി പ്രാർത്ഥിക്കുന്നു, വക്കീലന്മാർക്കായി എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പോലീസുകാർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും രാജ്യം കാക്കുന്ന പ്രിയപ്പെട്ടവർക്കായി, മത്സ്യം പിടിക്കുവാൻ പോകുന്ന പ്രിയപ്പെട്ടവർക്കായി, കുടുംബാംഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. രാജ്യത്തെ അവിടുന്ന് കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാക്കുന്നവർ വൃഥാ ജാഗരിക്കുന്നു. എൻ്റെ യഹോവയുടെ കരം, യഹോവയുടെ കാവൽ ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തിന് ചുറ്റും ഉണ്ടാകണം. ഇത് സ്തോത്രം, ലോകരാഷ്ട്രങ്ങൾക്ക് സമാധാനം കൊടുക്കണം. യുദ്ധക്കെടുതികളെല്ലാം മാറിപ്പോകട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. സമാധാന സന്തോഷം ഉണ്ടാകട്ടെ. ഈ സാമ്പത്തിക മാന്ദ്യം മാറിപ്പോകട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. രോഗികളായി കിടക്കുന്നവർ, അവർക്ക് ആശ്വാസം കൊടുക്കണം. ദൈവത്തിൻ്റെ കൃപ കൊടുക്കണമേ. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാത്തവർ, ഭാരപ്പെട്ടിരിക്കുന്നവരെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം വൻകാര്യങ്ങളെ ചെയ്യണം, അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ, ഭവനമില്ലാത്തവർ, രോഗികളായി കിടക്കുന്നവർ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാത്തവർ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വിട്ടുപോയ എല്ലാവരെയും ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുന്ന ദൈവഭൃത്യന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. 1200-ലധികം പേർ കർത്താവെ ജയിലുകളിൽ കഴിയുകയാണ്. സുവിശേഷ നിമിത്തം ജയിലുകളിൽ കഴിയുകയാണ്. അവരോടും ദൈവം കരുണ കാണിക്കണം, മനസ്സിലാക്കണമേ. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണം. അവരെ എത്രയും പെട്ടെന്ന് പ്രാർത്ഥന മൂലം പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചതുപോലെ, അപ്പോസ്തലനായ പൗലോസിനെ ശീലാസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചതുപോലെ അവരെയും വിടുവിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. സകലവിധ മഹത്വം അവിടെ നിന്ന് എടുക്കണം. ഞങ്ങളെയും കുടുംബമായി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെ, ജാതിമത സംഘടനാ വ്യത്യാസമന് എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. എല്ലാ മഹത്വം അവിടെ നിന്ന് എടുക്കണമേ. പ്രാർത്ഥന കേട്ടുമെല്ലാം നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു ഓൾ, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു ഓൾ. അവണ്ടല്ലേ ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.